കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് നിൽക്കുന്നത് കല്ലൂപ്പാറ എന്ന് പറയുന്ന ദേശമാണ്. കല്ലൂപ്പാറയിൽ വിത്തുവേലി ചന്ത, അതിപുരാതനമാകുന്ന പല കാർഷിക വിളകളുടെയും മൂലപദാർത്ഥങ്ങൾ ഇവിടെ വിപണനത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടുത്തെ കൃഷിവലന്മാരായ ആളുകളുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയ പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതിൻ്റെ വൈവിധ്യമാകുന്ന കാഴ്ചകളിലേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചരിത്രത്തെ ഫലഭൂഷ്ടമാക്കുന്നതിൽ മണിമലയാർ എന്നും ഉദാത്തമായ മാതൃകയാണ്. കളകളാരവത്തോടെ ഒഴുകുന്ന ആറിൻ്റെ ഇരുകരകളിലും പ്രാചീനമായ പല ചരിത്രങ്ങളും ചരിത്ര നിർമ്മിതികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷയിച്ചുപോയ ഒരു കാലഘട്ടത്തിൻ്റെ പുനർജനനമാണ് ഇവിടെ വിത്തുവേലി ചന്തയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. മൺമറഞ്ഞുപോയ കാർഷിക വിളകൾ, അതുപോലെ തന്നെ ജനത്തിൻ്റെ അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ എല്ലാം ഇവിടെ പ്രദർശനത്തിനായും വിപണനത്തിനായും എത്തിയിരിക്കുന്നു. ആ വലിയ കാഴ്ചയിലേക്കാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഈ വിത്തുവേലി ചന്തയുടെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പള്ളിക്കോണം രാജീവ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വിത്തുവേലി ചന്തയെക്കുറിച്ചും കല്ലൂപ്പാറ ദേശത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ വലിയ ഗരിമയെക്കുറിച്ചും നമ്മളോട് അല്പസമയം സംസാരിക്കുന്നത് ആയിരിക്കും. കല്ലൂപ്പാറയിൽ വിത്തുവേലി ചന്ത ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന വിത്തുവേലി ചന്ത നമ്മുടെ നടീൽ വസ്തുക്കൾ, ഒരു കാർഷിക ഗ്രാമമായിട്ടുള്ള കല്ലൂപ്പാറയിൽ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാണിജ്യ വിളകളുടെ വിത്തിനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്ന നമ്മുടെ നടുതല വിൽപ്പനയുടെ ഒരു തുടർന്നു പോരുന്ന ഒരു സംസ്കാരമാണിത്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കല്ലൂപ്പാറ. കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിമലയാറിൻ്റെ മണിമല നദീതടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെൻറ്റ്. ആ സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഭരണ സ്ഥിരാകേന്ദ്രം കൂടിയായിരുന്നു. മാത്രമല്ല കാർഷിക ഗ്രാമമാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നമായിരുന്ന കുരുമുളകിൻ്റെ വ്യാപാരം ഡച്ചുകാരുമായിട്ടും പോർച്ചുഗീസുകാരുമായിട്ടും നടത്തിയിരുന്ന ഒരു അങ്ങാടി ഇവിടെ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ഒരു അങ്ങാടി ഉണ്ടായിരുന്നു കല്ലൂപ്പാറയിൽ. അത് നമ്മുടെ പോർച്ചുഗീസ് രേഖകളിലും ഡച്ച് രേഖകളിലൊക്കെ കാണാൻ കഴിയും അതിനെ സംബന്ധിച്ച്. പക്ഷേ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല. ഇപ്പോൾ അങ്ങാടിപ്പാറ എന്നൊക്കെ പറഞ്ഞ് അങ്ങാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാക്കുകളുണ്ടെന്നല്ലാണ്ട് ഈ അങ്ങാടിയുടെ യാതൊരു ഇതുമില്ല. പക്ഷേ ഈ സ്ഥലത്ത് ഒരു വലിയ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ പള്ളി, കല്ലൂപ്പാറ പള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ തനതായിട്ടുള്ള ഒരു വാസ്തുശില്പ മാതൃകയിൽ നിലനിൽക്കുന്നു. പഴക്കം ചെന്ന 515 സ്ഥാപിച്ചെന്ന് കരുതപ്പെടുന്ന കല്ലൂപ്പാറ പള്ളി, അതിനോടടുത്ത് തന്നെ കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രം, പ്രധാനപ്പെട്ട പടയണിയൊക്കെ പ്രധാനപ്പെട്ട ആചാരമായി കൊണ്ടാടുന്ന കല്ലൂപ്പാറ ദേവീക്ഷേത്രവും ഒക്കെ ഉള്ള ഒരു വലിയ സാംസ്കാരിക സമ്പന്നമായ ഒരു പ്രദേശമാണ് ഈ കല്ലൂപ്പാറ. ആ കല്ലൂപ്പാറ എന്ന് പറയുന്നത് എടപ്പള്ളി രാജാക്കന്മാരുടെ ഒരു ഉപതലസ്ഥാനം കൂടിയായിരുന്നു. അവർക്ക് ഈ എടപ്പള്ളി രാജാക്കന്മാർ എടപ്പള്ളിയിലായിരുന്നെങ്കിലും അവർക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്വന്തമായിട്ട് ഭൂമിയും ആ പ്രദേശത്തെ അധികാരം, ദേശവാഴ്വും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ദേശവാഴ്വ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. തെക്കുംകൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ദേശവാഴ്വായിരുന്നു ഈ എടപ്പള്ളിക്കുണ്ടായിരുന്നു. അങ്ങനെ എടപ്പള്ളി തമ്പുരാക്കന്മാരുടെ എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റികളും ഉണ്ടായിരുന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്തു വന്നൊരു സ്ഥലമാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുടെ മുൻ തലമുറ ഇവിടെ കാർഷിക വൃത്തിക്കായിട്ട് എടപ്പള്ളി രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇവിടെ വന്നു ചേർന്നവരാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ ഈ പ്രദേശത്ത് വിളയുന്ന പല പ്രത്യേകമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. ഇപ്പോൾ കല്ലൂപ്പാറ കൊടി എന്ന് പറയുന്നുണ്ട്, കുരുമുളക്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പാളത്തേര്, അതായത് ഈ നമ്മുടെ പ്രദേശത്ത് മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് പൊതുവെ പല സ്ഥലത്തും പണ്ട് കാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. അന്യം നിന്ന് പോയ സാധനമാണ് പാളയ്ക്കകത്ത് നിറച്ച തൈര്. സാധാരണ നിലയ്ക്ക് ഇപ്പോൾ പാളയ്ക്കകത്ത് നമ്മളിപ്പോൾ തൈര് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കൂടിലാണെങ്കിൽ പണ്ട് കാലത്ത് പാളയ്ക്കകത്ത് നിറച്ചായിരുന്നു. ആ പാളയ്ക്കകത്ത് നിറയ്ക്കുന്ന തൈരിന് പ്രത്യേക സ്വാദും മണവും ഉണ്ടായിരുന്നത് നമ്മുടെ നൊസ്റ്റാൾജിയയിൽ ജീവിക്കുക. ഇപ്പോൾ 10, 50, 60 വയസ്സുള്ളവരുടെ മാത്രം ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ്. അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരിക. നമ്മുടെ നാട്ടിലെ നമ്മുടെ സസ്യജന്യമായിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് ഇത്തരം കവറിങ്, അതുപോലെ ആ രുചിയെ പുനരുൽപ്പാദിപ്പിക്കുക, ഇത്തരം താല്പര്യങ്ങളൊക്കെ നമുക്ക് പുനർജീവിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള കിഴങ്ങിനങ്ങൾ, ഇപ്പോൾ മുള്ളൻകിഴങ്ങെന്ന് പറയുന്ന ഒരു ഇത് കണ്ടു ഇവിടെ, വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, കാച്ചിൽ, ചേമ്പ് അങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ വിത്തിനങ്ങൾ, ചെടികൾ, അങ്ങനെ
വളരെ രാവിലെ തൊട്ട് ഭയങ്കര ആളാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മണിമല നദീതടവുമായി ബന്ധപ്പെട്ട ഒരു ആ നദീതടത്തിലെ പൊതുവായിട്ട് ഈ പ്രദേശങ്ങളുടെ സംസ്കാരവും ചരിത്രവും എല്ലാം പഠിക്കുന്നതിനും അത് പങ്കുവയ്ക്കുന്നതിനുമായിട്ടും അത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പൊതുവായിട്ടുള്ള ടൂറിസം വികസനത്തിനും ആ സംസ്കാരത്തെ തിരിച്ചറിയുന്ന ഈ നാട്ടിലുള്ളവർക്ക് തിരിച്ചറിയാനും പഠിക്കാനും ഡോക്യുമെൻ്റ് ചെയ്യുവാനും ഒക്കെയുള്ള ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഈ മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മറവിയുടെ കയത്തിലാണ്ടുപോയ വിളകളെ കാത്തു സൂക്ഷിക്കുന്നതിൽ കല്ലൂപ്പാറ സ്വദേശി ലിജുവിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണ്. കല്ലൂപ്പാറയുടെ മറുകരയിലുള്ള കർഷകർ ഉൽപ്പാദിപ്പിച്ച ഈ ദേശത്തിൻ്റെ തനതായ നെല്ല് വിത്ത് ഇനങ്ങൾ മറ്റ് കാർഷിക വിളകൾ ഒക്കെ ഇവിടെ വിപണനത്തിനായിട്ടും പ്രദർശനത്തിനായിട്ടും വെച്ചിട്ടുണ്ട് എന്നുള്ളത് തികച്ചും സാധാരണമാണ്. അനേകം കർഷകർ ഇവിടേക്ക് കടന്നു വരികയും കപ്പയുടെ തണ്ട്, കല്ലൂപ്പാറയുടെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ മാത്രം തനതായ വിളകളാകുന്ന ചില മഞ്ഞൾ ഇനങ്ങൾ, ചില ഇഞ്ചി ഇനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ വിത്തുവേലി ചന്തയിൽ കാണാനായി സാധിക്കും. കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിനെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ആണ്. ഈ ദേശത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പല പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, മാധ്യമ രംഗത്തെ വലിയ പ്രവർത്തകർ എല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഈ വിത്തുവേലി ചന്ത ഏറെ മനോഹരമാക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ വസ്തുതയാണ്. ഏഷ്യയിലെ ഏറ്റവും ചെറിയ പശുവർഗമാണ് പുങ്കന്നൂർ കുള്ളൻ. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ പുങ്കന്നൂർ താലൂക്കിലും സമീപ പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന ഇന്ത്യയുടെ തനതായ വർഗമാണ് പുങ്കന്നൂർ. തിരുപ്പതി ക്ഷേത്രത്തിൽ പൂജയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന പാലും നെയ്യും പുങ്കന്നൂർ പശുവിൻ്റെ ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത സമയത്ത് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഭാരതത്തിൻ്റെ തനതായ പശുവർഗം അത് പുങ്കന്നൂർ കുള്ളൻ ആണ്. ഗുജറാത്തിൽ നിന്നുള്ള ഗിർ ഇനങ്ങൾ, കാസർഗോഡ് കുള്ളൻ, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വെച്ചൂർ പശുക്കൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും വിത്തുവേലി ചന്തയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര കുതുകികൾക്ക് നിശ്ചയമായും സന്തോഷവും ആനന്ദവും പകരുന്ന നയനാനന്ദകരമായ നല്ല കാഴ്ചയാണെന്ന് പറയാതെ വയ്യ. വർത്തമാനകാലം മറന്നുവച്ച ചരിത്രത്തിൻ്റെ ചില അസുലഭമായ നിമിഷങ്ങളെ ലോകത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തുവാനുള്ള കല്ലൂപ്പാറ നിവാസികളുടെ ഈ വലിയ ഉദ്യമത്തോടൊപ്പം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസും പങ്കുചേർന്നുകൊണ്ട് ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.